Hi sir, the material section എന്തോന്നല്ലോ. അതെ പറഞ്ഞോളൂ ഷിൻ. സർ നമ്മുടെ ഒരു കസ്റ്റമർ കംപ്ലൈന്റ് റൈസ് ചെയ്തായിരുന്നു. പറഞ്ഞോളൂ. അവരുടെ കിച്ചൺ കബോർഡിന്റെയും വാർഡ്രോബിന്റെ ഷട്ടേഴ്സ് ബെൻഡ് ആയി. ആഫ്റ്റർ അപ്ലൈങ് 3 to 4 months കഴിഞ്ഞപ്പോൾ ബെൻഡ് ആകാൻ തുടങ്ങി. അതിന്റെ റീസൺ എന്താണ്? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ലാമിനേഷൻ സെലക്ഷനിലാണ്. ആ സമയത്ത് തന്നെയാണ് അശ്വിൻ ചോദിച്ചത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷട്ടേഴ്സ് അല്ലേ, ഇതാണ് കിച്ചൻ്റെ, ഇത് കാർക്കേസ് ഇത് ഷട്ടേഴ്സ്. ഈ ഷട്ടേഴ്സിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ നമ്മൾ 1 mm ഒട്ടിക്കുന്നതെങ്കിൽ ഈ ബാക്ക് സൈഡിലും നമ്മൾ സെയിം 1 mm തന്നെ ഒട്ടിക്കണം. അത് ഈവൻ വാർഡ്രോബ് ആയാലും ഈ സെയിം മെത്തേഡാണുള്ളത്. നമ്മുടെ കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് ഇവിടെ 1 mm ഒട്ടിക്കുകയും ബാക്ക് സൈഡിൽ 0.7 ഒട്ടിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ 0.8 ഒട്ടിക്കും. അപ്പം ഈ പറയുന്ന ബെൻഡിനുള്ള ടെൻഡൻസി കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അത് പാടില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന സെയിം പാറ്റേൺ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ത്രാസിൽ നമ്മൾ ത്രാസിട്ടാൽ എങ്ങനെയാണ്, അതേ ഒരു കാറ്റഗറിയാണ് ഈ പറയുന്ന ഷട്ടേഴ്സിൻ്റെ കാര്യത്തിലുള്ളത്. നമ്മൾ പിന്നെ പ്രധാനമായിട്ടും വാർഡ്രോബിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം വിഡ്ത്ത് 50 cm 2 ton ഹൈറ്റുമാണ് സാധാരണ ഒരു വാർഡ്രോബിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. അപ്പം നമ്മൾ ഇതിലേക്ക് സ്ട്രെയിറ്റ്നർ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കും. അത് 50 cm ഒരു സ്ട്രെയിറ്റ്നറും 1 meter മീൻസ് നമ്മുടെ സ്ലൈഡിങ് വാർഡ്രോബ്സിലാണെങ്കിൽ ഈ സ്ലൈഡിങ് വാർഡ്രോബ്സിൽ നമ്മൾ 2 സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കണം. മെത്തേഡ് സെയിം തന്നെയാണ്. ഫ്രണ്ട് ഈ കാർ കേസിൻ്റെ ഫ്രണ്ട് സൈഡ് 1 mm ബാക്ക് സൈഡിൽ 1 mm തന്നെ ഉപയോഗിക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം 98% ഇഷ്യൂസും നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റും. അതാണ് പൊതുവായിട്ട് ഈ കാണുന്ന ഈ ബെൻഡിങ് ടെൻഡൻസി കൂടാനുള്ള കാരണം. ഇപ്പോൾ എന്തായാലും കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.